തീർച്ചയായിട്ടും അത് തന്നെയാണ് കേരളം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്തു മാജിക്കാണ് കെ എൻ ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്? കാരണം പിണറായി സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു തവണ കൂടി ബജറ്റ് അവതരിപ്പിക്കാൻ കെ എൻ ബാലഗോപാലിന് ഈ സർക്കാരിന്റെ കാലത്ത് അവസരമുണ്ടാകും. അത് അടുത്ത മാർച്ചിലാണ്. പക്ഷേ അപ്പോഴേക്കും കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാകും. മാത്രമല്ല അടുത്ത സർക്കാരാണ് ഇതിലെ പല നിർദ്ദേശം നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കൽ ഉണ്ടാകില്ല. പകരം ഓട്ടോ ഓൺ അക്കൌണ്ട് പാസാക്കി സഭ പിരിയുകയാകും അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണിക്ക് ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വലിയ അനുകൂലമായ ഒരു അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഇത്തവണ അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സെമി ഫൈനലെന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരമാവധി ജനങ്ങളെ ഒപ്പം നിർത്തണം. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അമ്പേ പരാജയപ്പെട്ടതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പാവപ്പെട്ട ജനങ്ങളെ എക്കാലവും ഇടതുമുന്നണി ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരെ മുന്നണിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അകറ്റിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിലുണ്ടായ വലിയ പിശകുകളാണ്, വലിയ പ്രതിസന്ധികളാണ്. അത് CPM അന്ന് തിരിച്ചറിഞ്ഞതാണ്. പെൻഷൻ കൊടുക്കാതെ ജനങ്ങളെ ചേർത്ത് നിർത്തി ക്ഷേമ പെൻഷനിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിന് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ജനം വലിയ തിരിച്ചറിയണം, മുഖത്തടിയാണെന്ന് CPM-നും ഇടതുമുന്നണിക്കും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസാമാസം നൽകുന്നുണ്ട്. അപ്പോഴും അത് പെൻഡിംഗ് ഉണ്ട്. 2-3 മാസത്തെ പെൻഡിംഗ് ഇപ്പോഴുമുണ്ട്. അത് കൃത്യതയിൽ എത്തിക്കണം. അതിനും അപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കണം, അത് വർദ്ധിപ്പിക്കണം. അതില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. 100 മുതൽ 180 രൂപ വരെയെങ്കിലും ഈ ബജറ്റിൽ ഇന്നത്തെ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങൾ അത് കാത്തിരിക്കുന്നു. മാത്രമല്ല കൃത്യമായി ആ പെൻഷൻ നൽകാനുള്ള പണവും ബാലഗോപാൽ ധനവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, അവസരമാണ് ഇടതുമുന്നണിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, ഇടതുമുന്നണി എക്കാലവും അവർക്ക് ശക്തി നൽകുന്ന ഒരു ജനവിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. ലക്ഷങ്ങൾ വരുന്ന ജീവനക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് പഴയതുപോലൊരു പ്രതിപത്തി ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാർ ജീവനക്കാർ ഇടതുമുന്നണിയെ, CPM-നെ, ഇടതുപക്ഷത്തെ കൈവിട്ടു എന്ന വലിയൊരു വിരോധത്തിൽ CPM-നും ഇടതുമുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിക്കണം, അവരെ ഒപ്പം നിർത്തണം. അവരുടെ ഒരു ഗഡു ബാക്കി അവർക്ക് നൽകാനുള്ള DA അടക്കമുള്ള അലവൻസുകളുടെ ഒരു ഗഡുവെങ്കിലും ഈ പെൻഷനിൽ, ഈ ബജറ്റിൽ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ അത് പ്രതീക്ഷിക്കുന്നു. പല നിവേദനങ്ങളുമായി അവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ എല്ലാ സർക്കാരുകളുടെ കാലത്തും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാറുണ്ട്. കേന്ദ്രം ഇതിനകം നമുക്കറിയാം ഈ കഴിഞ്ഞ ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരേണ്ടതുണ്ട്. അതിന്റെ പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിക്കുമ്പോഴും അതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ നൽകേണ്ടത് നൽകും, അത് അധികവും നൽകും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള സഹായങ്ങൾ ഈ സർക്കാർ നൽകും. അങ്ങനെ നൽകണമെങ്കിൽ അതിനുള്ള അവസാന അവസരമാണ് ഈ സർക്കാരിന് ഈ ബജറ്റ്. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്ന, വാരിക്കോരി പ്രഖ്യാപിക്കുന്ന ഒരു ക്ഷേമ ബജറ്റായി ഇത് മാറുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയമായി കൂടി അത് ഇടതുമുന്നണിക്ക് അനിവാര്യമാണ്. നിരവധി പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങൾ മുന്നണിക്കുള്ളിലുണ്ട്. രാഷ്ട്രീയമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താൻ പരമാവധി ക്ഷേമം പ്രദാനം ചെയ്യണം. മറ്റൊന്ന്, ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കിഫ്ബി റോഡുകളിലെ ടോൾ അഥവാ യൂസർ ഫീ പിരിവാണ്. ടോൾ എന്ന വാക്ക് സർക്കാർ ഉപയോഗിക്കില്ല. അതിനുള്ള നിയമനിർമ്മാണം അവസാന ഘട്ടത്തിലേക്കാണ്. നിയമവകുപ്പിന് മുന്നിൽ ഫയൽ എത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അതെത്തും. ഒരു പക്ഷേ ഈ സഭാ സമ്മേളനത്തിന്, ഈ ബജറ്റ് സമ്മേളനത്തിന് റോഡുകളിൽ നിന്ന്, അതായത് 50 കോടിയിൽ മുകളിൽ തുക ചെലവഴിച്ച് കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കൂടി ഉണ്ടാകാം. അതൊരു നയപരമായ തീരുമാനമാണ്. അത് ബജറ്റിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകാമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. കിഫ്ബി എങ്ങനെയാണ് സർക്കാർ കണക്കാക്കാൻ പോകുന്നത്, കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതിന് കൃത്യമായ ദിശാസൂചിക ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും. കിഫ്ബിയെ ലാഭകരമാക്കണം. ലാഭകരമാക്കാതെ കിഫ്ബിക്ക് വായ്പയെടുത്ത് മാത്രം പിടിച്ചെടുക്കാനാകില്ല എന്ന കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. ആ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ്. അത് മറികടക്കാൻ കിഫ്ബിയെ ആദായകരമാക്കാനുള്ള ടോൾ മാത്രമല്ല മറ്റു പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകും. സ്വകാര്യ സർവകലാശാല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാർ ആ നയത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. അതിന്റെ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം
ഇടതുമുന്നണിക്ക് ഭരണത്തിൽ തുടർച്ചയുണ്ടാകാൻ ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയത് കേരള കോൺഗ്രസ് എം ആണ്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി റബ്ബറിന്റെ വിലയാണ്. റബ്ബർ വിലയിൽ ഏത് തരത്തിലാണ് കേന്ദ്രം പൂർണ്ണമായി അവഗണിച്ചു എന്ന പരാതി ഇതിനകം ഉയർന്നു വന്നു കഴിഞ്ഞു. ആ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ബജറ്റ് സമീപിക്കുക, റബ്ബറിന്റെ താങ്ങുവില അടക്കം വർദ്ധിപ്പിക്കുമോ, സംഭരണ വില വർദ്ധിപ്പിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു സൂചന ഈ ബജറ്റ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടത് 9 മണിക്ക് കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ്. അതിനു മുൻപ് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:10 ആവുന്നു. ഡാൻ, അവിടെ എന്തായി ഒരുക്കങ്ങൾ? കെ എൻ ബാലഗോപാലിന്റെ വസതിയിലാണ് ഡാൻ ഉള്ളത്. അവിടെ സാധാരണഗതിയിൽ അവിടുത്തെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തുടങ്ങി നമുക്ക് കാണാനുള്ള ചില കാഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് ബാലഗോപാൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? ഇപ്പോൾ അരുൺ ചോദിച്ചു നിർത്തി ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ വയനാടിന് എന്തുണ്ടാവും, കിഫ്ബി ടോൾ പ്രഖ്യാപിക്കുമ്പോൾ, അങ്ങനെ പല പല ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹം റെഡിയാണോ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. ബജറ്റ് അവതരണം 9 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് സാധാരണ നടപടിക്രമം. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. എന്തായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്. ഇവിടേക്ക് ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റിന്റെ ആദ്യ കോപ്പിയുമായി ഉദ്യോഗസ്ഥർ എത്തും. അതോടെയാണ് ഔദ്യോഗികമായ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ആ കോപ്പി ധനമന്ത്രിക്ക് അവർ കൈമാറും. അതിനുശേഷമായിരിക്കും ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള ഈ കോപ്പിയുമായി നിയമസഭയിലേക്ക് പുറപ്പെടുക. അതിന്റെ 8 മണിയോടെ ഈ ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്താനാണ് സാധ്യത. വളരെ കലുഷിതമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് നമ്മുടെ സംസ്ഥാനം അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് പ്രഭാഷണം കേൾക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനകീയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ അകന്നുപോയ ജനവിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോഴും സംസ്ഥാനം നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയുമാണ്. ഏതാണ്ട് 2,52,000 കോടി രൂപയിലധികം നമ്മുടെ പൊതുകടം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2018-നും 2023-നും ഇടയിൽ 94,000 കോടി രൂപയാണ് ഈ പൊതുകടത്തിന്റെ ഇനത്തിലേക്ക് കടന്നുവരുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഏതാണ്ട് 84,000 കോടി രൂപയുടെ ധനാനുമതി നൽകിയത്. ഈ 84,000 കോടി രൂപയിൽ 35,000 കോടിയിലധികം രൂപ ധനാനുമതി നൽകി ചെലവഴിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ റോഡുകളുടെ നിർമ്മാണത്തിന്, പാലം നിർമ്മാണത്തിന്, ഫ്ലൈ ഓവറുകൾ നിർമ്മാണത്തിന്, ബൈപ്പാസ് നിർമ്മാണത്തിനൊക്കെയാണ്. അവിടെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാനൊരുങ്ങുന്നത്. അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം ആയിട്ടില്ല എന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ പറയുമ്പോഴും കൂടിയാലോചനകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയായിരുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബി വഴി നിർമ്മിക്കുന്ന പദ്ധതികൾക്ക് പ്രത്യേകമായ യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുവഴി കിഫ്ബി വരുമാനദായക പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനം അതിന് പ്രതിരോധിക്കാൻ കഴിയും. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് യൂസർ ഫീ ഈടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂടിയാലോചനകൾ കിഫ്ബിയുടെ കീഴിൽ ധനവകുപ്പ് നടത്തുകയും ചെയ്തത്. അതോടൊപ്പമാണ് ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ വ്യവസായ ഇടനാഴികൾ, അതോടൊപ്പം IT പാർക്കുകൾ ഇവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് കിഫ്ബി മുമ്പോട്ട് വെക്കുന്ന പ്രോജക്റ്റുകൾക്ക് വരുമാനദായക പദ്ധതികളായി അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ പരിഗണിച്ചതുമാണ്. അവിടെ പുതുതായി കിഫ്ബി വഴി എന്ത് സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്യും? അതിന് യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം നേരത്തെ അഭ്യൂഹങ്ങളിൽ മാത്രം നിറഞ്ഞിരുന്ന കാര്യം യാഥാർത്ഥ്യമാകുമോ? ഇതറിയാൻ അല്പസമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, സമാനതകളില്ലാത്ത ഒരു ദുരന്തം കേരളം, പ്രത്യേകിച്ച് വയനാട് നേരിട്ട് അനുഭവിച്ചതാണ്. അവിടെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അതിനെ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഒരു തരത്തിലുള്ള സാമ്പത്തികമായ പരിഗണനകളും സംസ്ഥാനത്തിന് ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം. പക്ഷേ അങ്ങനെ വിമർശിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ പേരിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരിക സർക്കാരിനാണ്. അത് കൃത്യമായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട്
വയനാട് പുനരധിവാസത്തിന് വേണ്ടി വയനാട് ടൗൺഷിപ്പിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് അനുവദിക്കപ്പെടാനാണ് സാധ്യത. അത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം എടുത്തു കയറേണ്ട കാര്യം ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2045 പൂർത്തിയാക്കണമെന്ന് കരുതിയിരുന്ന ആ 3ാം ഘട്ടം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 കൊണ്ട് പൂർത്തിയാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള കരാറിലാണ് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ആ കേന്ദ്രത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം ലഭ്യമാകുന്നതിൽ നിലനിൽക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ തീയതി തേടിയിട്ടും അവിടെ നിന്ന് ആ തീയതി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി രാജ്യാന്തര കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്ന് ചരക്കിറക്കി കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ചരക്ക് നീക്കം യാഥാർത്ഥ്യമായിരിക്കുന്നത് സീ റൂട്ടിലൂടെ മാത്രമാണ്, അതായത് ജലമാർഗം മാത്രമാണ് ഇപ്പോൾ ചരക്ക് നീക്കം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് റിംഗ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. മറ്റ് അനുബന്ധ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പാതി വഴിയിലാണ്. അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടി മറ്റ് സാധ്യതകൾ കൂടി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ എന്താകും ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് 62 ലക്ഷം ജനങ്ങൾക്ക് നേരിട്ട് അവരിലേക്ക് എത്തുന്ന ക്ഷേമ പെൻഷൻ. അത് 1600 രൂപ വീതമായിരുന്നു നിലവിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഇതിനോടകം 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ തന്നെ സർക്കാർ ഉണ്ടാകുന്ന വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്ക് മുകളിലേക്ക് അമിത ബാധ്യത എടുത്തു വെക്കുന്ന തരത്തിൽ ആ തുക 1700 1750 കൂട്ടാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള പണം എവിടെ കണ്ടെത്തും? ഇതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ വൈകാതെ തന്നെ ഉത്തരമാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നികുതി ഇനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധന ഉണ്ടാകുമോ എന്ന് അറിയാനുള്ളത് തന്നെയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നികുതി അത് അമിത നികുതി ഭാരമായി വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചാൽ അതിന്റെ തിരിച്ചടി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് നികുതി അമിതമായി ഉയർത്താതെ പിന്നെ എങ്ങനെ സർക്കാരിന് വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന ചോദ്യത്തിന് എന്ത് സസ്പെൻസിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നതാകും ഏറ്റവും ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത്. ശരി ഡാൻ. അരുൺ, വികസനത്തിന് പ്രത്യയശാസ്ത്ര ബാധ്യതകളൊന്നും വേണ്ട എന്നൊരു നിലപാടിലേക്ക് എന്തായാലും CPM പതുക്കെ എത്തിയിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം പദ്ധതികൾ ഒരു വർഷമേ ഉള്ളൂ പൂർത്തിയാക്കാൻ. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇനി വരുന്ന സർക്കാർ ആയിരിക്കും പൂർത്തിയാക്കേണ്ടത്. പക്ഷെ ഒരു 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF സർക്കാർ അവർ സ്വപ്നം കാണുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇത്രയും കാലം CPM-നെ LDF-നെ പിടിച്ചു നിർത്തിയിരുന്ന ബാധ്യതകൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള പദ്ധതികൾക്കുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ഈ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളായിരുന്നു CPM-നെ വൻകിട പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്ന് അല്ലെങ്കിൽ ഈ സ്വകാര്യ സർവകലാശാല പോലെ പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവരുന്നതിൽ നിന്ന് CPM-നെ പിന്തിരിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ CPM-ന്റെ എറണാകുളത്തുള്ള സംസ്ഥാന സമ്മേളനം തന്നെ സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സമഗ്രമായ പരിഷ്കരണം നയപരമായി തീരുമാനിച്ചിരുന്നു. പിന്നീട് ഇടതുമുന്നണി യോഗങ്ങളിലുമൊക്കെ അത് അവതരിപ്പിച്ചതാണ് സ്വകാര്യ സർവകലാശാല. അത്തരം നീക്കങ്ങളുമായി സർക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ടോളുകളുടെ കാര്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി നമുക്കതിനെ കാണാം. കാരണം ടോളുകൾ ഇടതുമുന്നണി സർക്കാരിന്റെ നയമല്ല, ടോളുകൾക്കെതിരായിരുന്നു ഇടതു സർക്കാർ. പലപ്പോഴും ടോൾ വിരുദ്ധ സമരങ്ങളൊക്കെ വരികയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കെ സുധാകരൻ സംസ്ഥാനത്തെ അവസാനത്തെ ടോളും അവസാനിപ്പിക്കുന്നു, ടോൾ പിരിവും അവസാനിപ്പിക്കുന്നു വലിയ പ്രഖ്യാപനം നടത്തിയ നമ്മൾ ഓർമ്മയിലുള്ളതാണ്. അന്ന് ആ നിലപാടെടുത്ത ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് ടോളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും നമ്മൾ ഇന്നലെ കേട്ടതാണ്. അത്തരത്തിൽ പ്രത്യയശാസ്ത്ര ചങ്ങലകൾ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും CPM-ന്. പക്ഷേ ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് നാടിന്റെ വികസനം എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ തങ്ങൾക്ക് മുന്നിലുള്ളത്. അവിടെ പ്രത്യയശാസ്ത്ര സമീപനങ്ങളിൽ വെള്ളം ചേർക്കാം, കടുംപിടുത്തങ്ങൾ ഒഴിവാക്കാം, നേരത്തെയുള്ള ഈ വരട്ടുവാദം എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ കളയാക്കിയിരുന്ന അത്തരം നീക്കങ്ങളോട് ഇനി നമുക്ക് യോജിക്കാൻ കഴിയില്ല. നാടിന്റെ വികസനത്തെ മുരടിപ്പിക്കുമെന്ന് CPM ഒടുവിൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് മുന്നിലില്ല. വലിയ രീതിയിൽ അത്തരം പദ്ധതികൾ ഇനിയും ഉണ്ടാകും. അത് സ്വകാര്യ സർവകലാശാല
ഒരു നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ്. അതിൽ മാറ്റമുണ്ടാകില്ല. അല്പസമയം മുമ്പ് നമ്മളൊരു പ്രധാനപ്പെട്ട മന്ത്രിയുമായി വളരെ അടുത്ത് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്. സ്വകാര്യ സർവകലാശാലകൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാത്തത് മന്ത്രി ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഒരു തീരുമാനമാണ്, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമാണ്, സർക്കാരിന്റെ അവർ ഉറപ്പിക്കുന്ന ഒരു പുതിയൊരു പ്രഖ്യാപനമാണ്. അതിലേക്ക് തന്നെ പോകും. എതിർപ്പുകളൊക്കെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ, RJD ഉൾപ്പെടെ ഘടകകക്ഷികളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് CPM. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പിന്നോട്ട് പോക്കുണ്ടാകില്ല. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിവ്, ടോൾ അല്ലാതെ യൂസർ ഫീ ആണ്. സഞ്ചരിക്കുന്ന ഓരോ കിലോമീറ്ററിനുമുള്ള ഫീസാണ്. അതിനപ്പുറത്തേക്ക് പൊതുവിലൊരു നിശ്ചിത ടോൾ നിശ്ചയിക്കുകയല്ല ഉണ്ടാകുന്നത്. അതിലേക്ക് സർക്കാർ പോകുമെന്ന് ഉറപ്പാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഇടതുമുന്നണി സർക്കാരിന്റെ ഇടതുമുന്നണി പ്രകടനപത്രികയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ. അതാണ് ഒരുപക്ഷെ ഒരു വലിയൊരു ആയുധമായി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM അവതരിപ്പിക്കാൻ പോകുന്നത്. അതും ഉണ്ടാകും. അത് ഈ ബജറ്റിനാണോ അടുത്ത നോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോഴോ അതിന് മുമ്പുള്ള പ്രഖ്യാപനങ്ങളുമാണെന്ന് വ്യക്തതയില്ല. പക്ഷേ അത്തരം കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ക്ഷേമം ഒരു വശത്ത് ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണോ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതേ ഒരു ലൈനിലേക്ക് CPM സർക്കാരും വീണ്ടും കടക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് ക്ഷേമം, മറുവശത്ത് വികസനം. അവിടെ ഈ നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ, ശ്രീജ ചോദിച്ചതുപോലെ വയനാട് എന്ത് നൽകാൻ സർക്കാരിന് കഴിയും? വയനാട് എങ്ങനെ പുനരധിവാസം പൂർത്തിയാക്കും? കാരണം കേന്ദ്രത്തിൽ സമ്പൂർണ്ണ അവഗണന അതിലുണ്ട് എന്ന് വിമർശിക്കുന്ന സർക്കാർ എങ്ങനെ വയനാടിനെ ചേർത്തു പിടിക്കും ഈ ബജറ്റിൽ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതും ഇന്നത്തെ KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമായി വരും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് അക്ഷരാർത്ഥ ഒരു മാജിക് തന്നെ നടത്തണം KN ബാലഗോപാലിന് ഒരു ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ. അങ്ങനെ പറയുമ്പോഴും ഒരു മറുവശത്ത് നികുതി വരവ് വർദ്ധിപ്പിക്കണം. അത് നികുതി അത്ര എളുപ്പമല്ല. എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ആണെങ്കിൽ ഒരു ക്ഷേമ ബജറ്റ് അതിനെ കണക്കാക്കാൻ കഴിയും. അതുകൊണ്ട് നികുതിക്ക് പകരം ചില ഫീസുകൾ വർദ്ധിപ്പിക്കും. നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ കെട്ടിട നികുതി, കെട്ടിട ഫീസ്, അതായത് കെട്ടിടങ്ങൾക്ക് അപേക്ഷിക്കുമ്പോഴുള്ള ഫീസ് അടക്കം വർദ്ധിപ്പിച്ച് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച് വെട്ടിലായിരുന്നു സർക്കാർ. പിന്നീട് CPM ഇടപെട്ട് തിരുത്തേണ്ടി വന്നു. ഇടതുമുന്നണിയിൽ പ്രതിഷേധം ഉയർന്നു. അതുകൊണ്ട് ആ രീതിയിൽ വൻകിട വർധനയുണ്ടാകാതെ കഴിഞ്ഞ പതിറ്റാണ്ടുകളെ വർദ്ധിപ്പിക്കാത്ത പലയിടം ഫീസുകൾ സംസ്ഥാനത്തുണ്ട്. അത്തരം ഫീസുകളിൽ ഒരു വർധന ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെയല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. അത്തരം ഫീസുകളുടെ വർദ്ധിപ്പിക്കൽ ഈ ബജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴും ക്ഷേമ ബജറ്റ് എന്ന സർക്കാരിന്റെ മുന്നിൽ ലക്ഷ്യം ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള വർധനകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ ക്ഷേമം ഒരു വശത്ത് കൊണ്ടുപോകണം, വികസനം ഉറപ്പാക്കണം. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാനാകും KN ബാലഗോപാലിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം അദ്ദേഹം വളരെ ആലങ്കാരികമായൊന്നും കാര്യങ്ങൾ, തോമസ് ഐസക്കിനെ പോലെ ആലങ്കാരികമായി കാര്യങ്ങൾ പറയുന്ന ആളല്ല. കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ധനമന്ത്രിയാണ്. അതിന്റെ ബജറ്റ് അവതരണത്തിന് പ്രത്യേകതയും അത് തന്നെയാണ്. കവിതകളും ലോക ക്ലാസിക്കുകളെയും ഒക്കെ കൂട്ടുപിടിച്ച് KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമെങ്കിൽ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്ന അതേ ശീലമെങ്കിൽ ഇവിടെ ബാലഗോപാൽ വളരെ സ്ട്രെയിറ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. അതെ, പക്ഷേ ഇത്തവണ അത്ര സ്ട്രെയിറ്റ് ആവുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ബാലഗോപാലിന് മുന്നിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന ഒരു വർഷം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുൻപായി നേരത്തെ അരുൺ തന്നെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ഒരു വിശ്വാസം, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്കൊക്കെ നഷ്ടമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യവുമായിട്ടാണ് ഇന്ന് KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതാണ്. ഭാവനാസമ്പന്നമായ ബജറ്റുമായാണ് തോമസ് ഐസക് വരാറുള്ളതെങ്കിൽ ബാലഗോപാൽ അങ്ങനെയല്ല. വളരെ പ്രാക്ടിക്കലാണ്, വളരെ ഷോർട്ടാണ്, ക്രിസ്പാണ്, കൃത്യം കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ അത് മതിയാവുമോ ഇത്തവണ? കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വവും കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രാക്ടിക്കലായി അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റും എന്നതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ കൗതുകം. നമുക്ക് കാത്തിരിക്കാം. ഇപ്പം 7:30 ആവാൻ പോകുന്നു. 8 മണിയോടെ ബജറ്റിന്റെ ആദ്യത്തെ പ്രിന്റഡ് കോപ്പി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും വരാം. മറ്റു വാർത്തകൾ വളരെ പെട്ടെന്നൊന്ന് നോക്കാം.
ഇന്നലെ കൊച്ചിയിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു വന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ ഒരു റെസ്റ്റോറന്റിലുണ്ടായ അപകടം. 1.5 മാസത്തിനിടെ 2 അപകടങ്ങളാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നടന്നത്. ഇവിടെ ഗുരുതരമായ സുരക്ഷാ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയർ സേഫ്റ്റി ഉപകരണങ്ങളുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി. കാലാവധി കഴിഞ്ഞിട്ടും ഫയർ സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചില്ലെന്ന പരാതി ശക്തമാണ്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ അഗ്നിസുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിലിണ്ടറുകളാണ്. ഇവയെല്ലാം കാലാവധി കഴിഞ്ഞതുമാണ്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്തിട്ടുമുണ്ട്. ഫയർ സേഫ്റ്റി ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സുകളെല്ലാം കാലിയാണ്. ചുരുക്കത്തിൽ പേരിനു മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ. 2022 മുതൽ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് പൊതുപ്രവർത്തകൻ പോളി വടക്കൻ വ്യക്തമാക്കുന്നത്. നാളെ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എന്റെ പുറകിൽ തന്നെ കാണാം സിലിണ്ടർ. ഇതെല്ലാം എക്സ്പയറി കഴിഞ്ഞാണ്. ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ സ്റ്റേഡിയത്തിന് ചാർജുള്ള അനിൽ വർഗീസ് എന്നൊരു എഞ്ചിനീയറെ നേരിട്ട് ഇതെല്ലാം ബോധ്യപ്പെടുത്തി. അപ്പൊ എന്നോട് പറഞ്ഞു ഇതെല്ലാം AMC ചെയ്താണെന്ന്. ഉടനെ തന്നെ അവരെ വിളിച്ചു വരുകയും അവർ വന്നവണ പറഞ്ഞു സാറ് AMC ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കാരണം പൈസ അടയ്ക്കാത്ത കാരണം കൊണ്ട് ഒന്നും AMC ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കടകളെല്ലാം പലതും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. പകുതി കടകൾ അടച്ചിട്ടിരിക്കുന്നത്. കളി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഞാൻ എല്ലാ കടകളിലും പോയി ചായ കുടിച്ചു, അവിടെ നിന്നെല്ലാം ബില്ല് വാങ്ങിച്ചു. കാരണം ഒരു പരാതി അയക്കുമ്പോൾ തെളിവ് വേണം, അതിനുവേണ്ടി മാത്രമായിട്ട്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മിക്കതും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന പരാതിയുമുണ്ട്. നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്ന ഇടമായിട്ട് കൂടി ഇതിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകൾ പാലിക്കാറില്ല. റെസ്റ്റോറന്റുകൾ പലതും അവരുടെ സൗകര്യമനുസരിച്ച് തൂണുകളും ഭിത്തികളും മുറിച്ചുമാറ്റുകയും കാൽനടയ്ക്കായുള്ള ഇടങ്ങളിൽ കഫറ്റേരിയകൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ഐഡലി കഫേ പ്രവർത്തിക്കുന്നതും അനധികൃതമായാണെന്ന പരാതി ശക്തമാണ്. ലൈസൻസ് ഇല്ലാതെയാണ് കഫേയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. അത് മറയ്ക്കാൻ തൊട്ടടുത്തായി സ്റ്റേഡിയത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു ബിൽഡിംഗിലും ഐഡലി കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ റോഡിനെ സ്വന്തം പാർക്കിംഗ് ഏരിയ ആക്കി റെസ്റ്റോറന്റുകാർ മാറ്റിയെന്ന പരാതിയുമുണ്ട്. ഇവിടെ കടകൾ എടുത്തിരിക്കുന്ന പലരും അവരുടെ മുൻഭാഗം കൊട്ടിയടക്കുകയും ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടകളുടെ മുൻവശത്ത് കൂടിയാണ് ഈ പവർ കേബിൾ പോകുന്നത്, എർത്തിങ് പോകുന്നത്. ഒരു കാരണവശാൽ അവിടെ ഒരാൾ നിൽക്കുകയോ ഇരിക്കാനോ പാടില്ലാത്ത സാഹചര്യത്തിലാണ് ഇതെല്ലാം തന്നെ മൂടിക്കഴിഞ്ഞു, എല്ലാം മൂടപ്പെട്ട് കഴിഞ്ഞു. ഏത് സമയത്തും ആ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആൾക്കാർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സ്റ്റേഡിയത്തിൽ ഒരു തീപിടുത്തമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ദുരന്തമായി മാറിയേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഒരൊറ്റ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലും ബോക്സിലും നോസിലും അതേപോലെ തന്നെ റോളും പലതിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താഴെ 1-2 ബോക്സിൽ വെച്ചാൽ വേറെ ഒന്നിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ, അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാ ഷോപ്പുകാരും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം സ്മോക്ക് വന്നാൽ ഷോപ്പുകളെല്ലാം തന്നെ സിലിണ്ടറും ഇതെല്ലാം ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റേഡിയത്തിൽ റെസ്റ്റോറന്റുകൾ അനുവദനീയമല്ലെന്ന നിയമം നിലനിൽക്കെ നിരവധി കടകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് 1 മാസം മുൻപ് GCDA എല്ലാ കടകൾക്കും നോട്ടീസ് നൽകിയിരുന്നതുമാണ്. ന്യൂസ് 18 കൊച്ചി. ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ സ്വദേശി സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടന്നേക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കൊച്ചിയിലെ ഏറ്റവും ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു ഈ കലൂർ സ്റ്റേഡിയത്തിലെ ഈ റെസ്റ്റോറൻറ്റ്. അവിടെയുള്ള തിരക്ക്, അവിടെയൊക്കെ അത്രയും നേരം കാത്തു നിന്നാലേ ഒരാൾക്ക് അവിടെ സീറ്റ് പോലും കിട്ടുള്ളൂ. അത്ര തിരക്കുള്ളൊരു സ്ഥലം. അവിടെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ മതിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിൻ്റെ പരിശോധനയിലൊക്കെ വ്യക്തമാവുന്നത്? ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കഫറ്റേരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഫുട്പാത്താണ്. അത് ഫുട്പാത്തിലേക്കുള്ള വഴി ക്ലോസ് ചെയ്ത്, ഫുട്പാത്തിലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്ത ശേഷമാണ് ആ ഭാഗത്താണ് ഈ കഫറ്റേരിയ ഒക്കെ
അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, അവിടെ നൽകിയിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത് അവരുടെ അതായത് അവരുടെ കടയുടെ മുൻവശ സ്ഥലം അവർക്ക് അക്വയർ ചെയ്യാം എന്നുള്ള തരത്തിലേക്കാണ് അതെല്ലാം ഉപയോഗിച്ചു വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ മുൻവശത്തുള്ള റോഡ് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരും. കാരണം ഇത് എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷെ ഒരു വശത്തേക്ക് ഇവരുടെ മാത്രം പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുകയും മറ്റു വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ അവരുടെ സെക്യൂരിറ്റി തടയുകയും ബഹളങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് നിരവധി ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെ അവിടെ കൂടിയവർ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥിരമായി ശ്രീജ പറഞ്ഞതുപോലെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്പേസാണ്, സ്ഥിരമായി എല്ലാ സമയത്തും ഉണ്ടാകുന്ന സ്പേസാണ്. ആളുകൾ അല്ലാതെ തന്നെ ഗ്യാതറിങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആൾക്കൂട്ടം എപ്പോഴും സ്റ്റേഡിയത്തിൽ ഐഡൽ കഫേയുടെ ഭാഗത്തായിട്ടാണ് ഒരു ആൾക്കൂട്ടം ഉണ്ടാവുക. എപ്പോഴും അവിടെ വലിയ തിരക്കാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇന്നലെ കസ്റ്റമേഴ്സ് കുറവായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ. അത് മാത്രമല്ല അവരുടെ അടുക്കളയിൽ ഉണ്ടായ ബ്ലാസ്റ്റ് പുറത്തേക്ക് അങ്ങനെ തീ പടരുകയോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ വലിയ അപകടമാണ് ഒഴിവായി കിട്ടിയത് എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മൾ പ്രധാനമായും ഇന്നലെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ ഫയർ സേഫ്റ്റി സിലിണ്ടേഴ്സ് എല്ലാം എക്സ്പയർ ആയതാണ് എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പയർ ആയിട്ട് ഇപ്പോൾ തന്നെ 3-4 മാസമായി ഇതുവരെ അത് മാറ്റി സ്ഥാപിച്ചിട്ടില്ല. സ്റ്റേഡിയം പോലെ ഒരു സ്ഥലത്ത്, അതായത് കണക്കുകൾ അനുസരിച്ച് 180 സെക്കൻഡിനുള്ളിൽ മുഴുവൻ ആൾക്കാരെയും സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് എല്ലാ സ്റ്റേഡിയത്തിനും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇത്തരമൊരു തീപിടുത്തമോ അല്ലെങ്കിൽ അപകടമോ ഉണ്ടായാൽ അതിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക്, അതായത് ഈ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ പേരിന് മാത്രം വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ബോക്സുകളൊക്കെ കാലിയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഈ റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ വെള്ളം കോരിയൊക്കെ ഒഴിച്ചിട്ടാണ് തീ അണച്ചത് എന്ന് പറഞ്ഞാൽ തീപിടുത്തം ഉണ്ടായ ശേഷമാണ് ബ്ലാസ്റ്റ് ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്തും അത് വലിയ തരത്തിലേക്ക് പടർന്ന് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഡിയം പോലെയുള്ള ഇടത്ത്, അതായത് നിരവധി ടൂർണമെന്റുകൾ നടക്കുന്ന സ്ഥലമാണ്, മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വരാനുള്ള സാഹചര്യം എപ്പോഴുമുണ്ട്. നേരത്തെ തന്നെ മൃദംഗവിഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ, അതായത് സ്റ്റേഡിയം മറ്റ് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും GCDAക്കെതിരെ ഇത്തരം വലിയ പരാമർശങ്ങളും വലിയ വിമർശനങ്ങളും ഉയർന്നതാണ്. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഇത്തരം റെസ്റ്റോറൻറ്റുകൾ, പ്രത്യേകിച്ചും ഗ്യാസ് സിലിണ്ടറിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വാടകയ്ക്ക് നൽകുന്നത് അനുവദനീയമല്ല. അത് ഒരു നിയമമാണ്, അനുവദനീയമല്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾക്കെല്ലാം ഈ റെസ്റ്റോറൻറ്റുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല ഈ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കരുത് എന്ന് കഴിഞ്ഞ മാസം, അതായത് 1/6/2025 എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും GCDA നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയത്. അതേസമയം ഈ ഫയർ ഡിറ്റക്ടർ ഫൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എല്ലാ ഇതിലൂടെയും കടന്നു പോകുന്നത്, വെള്ളം തീപിടുത്തമുണ്ടായാൽ വെള്ളം ചീറ്റി അത് അണയ്ക്കാൻ വേണ്ടി മുകളിലൂടെ നൽകിയിരിക്കുന്ന ഒരു സംവിധാനമാണത്. അത് എല്ലാ കടകളിലും ഇത് സ്മോക്ക് വന്നാൽ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുകയും അതിനുള്ള അത് ഓപ്പൺ ആവുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും റെസ്റ്റോറൻറ്റുകളെല്ലാം ആ സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്യുകയും അത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ഇടനാഴികളൊക്കെ, അകത്തേക്കുള്ള ഇടനാഴികളൊക്കെയാണ് ഇത് ലോക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ AC സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ മാത്രമല്ല ഈ ഐഡൽ കഫേ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് ഇന്നലെ അപകടമുണ്ടായ ആ റെസ്റ്റോറൻറ്റ് തന്നെ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് അവർ തന്നെ മറ്റൊരു സ്റ്റേഡിയത്തിൻ്റെ അല്ലാതൊരു ബിൽഡിംഗ് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസ് വെച്ചിട്ടാണ് ഇപ്പുറത്ത് ഈ കട പ്രവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ആ ഒരു ഭാഗം നന്നായി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ശ്രീജ പറഞ്ഞ പോലെ വലിയ ഗ്യാതറിംഗ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഈവനിങ് ആയാലും ഒരു ഉച്ച സമയമൊക്കെ ആയാലും എപ്പോഴും അവിടെ നല്ല തിരക്കുമാണ്. പക്ഷെ അതെന്തായാലും ഇന്നലെ ഒരു ഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അത്രയും ആൾക്കൂട്ടം അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളോട് സംസാരിച്ച പോളി വടക്കൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതി നൽകിയിട്ടുണ്ട്. കളക്ടർ NOC കൊടുത്തിട്ടും ആ കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഏറ്റവും ഒരു കെട്ടിടത്തെ ആയാലും
ഇത്തരം വലിയ സംവിധാനങ്ങളിലായാലും ആദ്യത്തെ സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നത് ഫയർ സേഫ്റ്റിയാണ്. അതിൽ പോലും ലംഘനമാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് GCDAയുടെ എന്തായാലും ചെറിയ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ആ ഭാഗത്തെ തിരക്ക് വെച്ച് അത് ഇത്ര ചെറിയൊരു അപകടമായിട്ടല്ല അവസാനിക്കുക. പക്ഷേ ഭാഗ്യവശാൽ ഇന്നലെ ആളുകൾ കുറവായിരുന്നത് കൊണ്ടാണ്. പക്ഷെ അപ്പോഴും അധികൃതർ ഉത്തരം പറയേണ്ടത് അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ അത്രയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലം ആ ഭാഗത്ത് എങ്ങനെ പ്രവർത്തിച്ചു, അവിടെ എന്തുകൊണ്ട് പരിശോധന കൃത്യമായി നടന്നില്ല, സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തിയില്ല എന്നതിൻ്റെ ഉത്തരം ഈ സ്ഥാപന ഉടമകൾക്കൊപ്പം അധികൃതർ കൂടി പറയേണ്ടി വരും. മറ്റ് വാർത്തകളിലേക്ക് പോകാം. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെതിരെ പരാതി. പുലാമന്തോളിലെ ടിയൻപുരം സ്വദേശിനി അനുപമയാണ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. നജീബ് കാന്തപുരത്തിനെതിരെ ഇടതുപക്ഷം അവിടെ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. 1,000 രൂപയാണ് കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് അനുപമ ലാപ്ടോപ്പിന് വേണ്ടി പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തി അടച്ചത്. ഇഗ്നോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന അനുപമയ്ക്ക് 40,000 രൂപയുടെ ലാപ്ടോപ്പ് ആയിരുന്നു ആവശ്യം. ലാപ്ടോപ്പിന്റെ പോസ്റ്റൽ ഡെലിവറി ചാർജ് അടക്കമാണ് 21,000 രൂപ അടച്ചത്. പറഞ്ഞ സമയങ്ങളൊക്കെ പലതും കഴിഞ്ഞു. അതിനിടെയാണ് CSR ഫണ്ട് തട്ടിപ്പിന്റെ ഉള്ളുകളികൾ പുറത്താകുന്നതും അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നതും. ലാപ്ടോപ്പിന്റെ പേരിൽ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് ഉറപ്പായതോടെയാണ് അനുപമ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകുമെന്ന MLAയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് മാസങ്ങൾക്ക് മുൻപ് അറിഞ്ഞതെന്നും അതുപ്രകാരമാണ് പണം നൽകിയതെന്നും അനുപമയുടെ അച്ഛൻ ഉണ്ണി പറഞ്ഞു. നമ്മളവിടെ പ്രാദേശികമായിട്ടൊരു നിറവ് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 4 മാസം മുമ്പേ അതിലൊരു അറിയിപ്പ് വന്നതാണ്. MLAൻ്റെ ഒരു പദ്ധതി ഉണ്ട്, 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങളും അതേപോലെ സ്കൂട്ടർ, തയ്യൽ മെഷീൻ അങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുമായിട്ട് അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടു. അപ്പോൾ MLA ഓഫീസിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞത്. അപേക്ഷ കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കണം, അതിൻ്റെ 50% പൈസ എന്നുള്ള രൂപത്തിൽ 40,000 രൂപയാണ് പറഞ്ഞത്. അതിൽ 20,000 രൂപയും 1,000 രൂപ പ്രോസസ്സിംഗ് ചാർജായിട്ട് 21,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തിയാണ് പണം നൽകിയതെന്നും MLAയുടെ ഓഫീസിലുള്ളവരാണ് ഈ രസീത് തന്നതെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ MLAക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഉണ്ണി. MLAയുടെ ഓഫീസിൽ MLA അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലല്ലോ. അപ്പോൾ അത് MLA ഫേസ്ബുക്കിലും കൂടി ഇട്ടിട്ടുണ്ട് ഈ സംഭവം, ഇങ്ങനെ ഒരു 50% ഡിസ്കൗണ്ട് കൂടി കൊടുക്കേണ്ടതില്ല. അപ്പോൾ MLAനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പണം കൊടുത്തത്, അല്ലാതെ നമ്മൾ ഓരോ ഓഫീസിൽ ഒരു ബന്ധമല്ല കൊടുക്കില്ല. അപ്പോൾ MLA ഒരു ജനപ്രതിനിധിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൈസ കൊടുത്തിട്ടുള്ളത്. 300ഓളം പേർക്കാണ് പെരിന്തൽമണ്ണയിൽ ലാപ്ടോപ്പ് മാത്രം ലഭിക്കാനുള്ളത്. പാതി പണം നൽകി സ്കൂട്ടറും തയ്യൽ മെഷീനും ഓർഡർ ചെയ്തവരൊക്കെ വേറെയുമുണ്ട്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി എത്താനാണ് സാധ്യത. തട്ടിപ്പിൽ MLAയ്ക്കും പങ്കുണ്ടെന്നും കള്ളത്തരം പിടികൂടുമെന്നായപ്പോഴാണ് MLA പോലീസിൽ താനും പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് പരാതി നൽകിയതെന്നും പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് ആരോപിച്ചു. തനിക്കെതിരെയുള്ള പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും പറ്റിക്കപ്പെട്ടു. പണ്ട് പറയലോ, കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പോൾ കള്ളൻ നിലവിളിച്ചുകൊണ്ട് കള്ളൻ തന്നെ ഓടി എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കള്ളൻ എന്ന് നിലവിളിച്ചിട്ട് കള്ളൻ തന്നെ ഓടിയാൽ പിന്നെ അവരെ സംശയിക്കപ്പെടില്ലല്ലോ. അങ്ങനെ ഇതിനെ കാണാൻ കഴിയുള്ളൂ. എല്ലാവരുടെയും പണം MLA തിരിച്ചു കൊടുക്കണമെന്നും നജീബ് കാന്തപുരത്തിന് ധാർമ്മികമായി MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും CPM അഭിപ്രായപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാകും ഇടതുപക്ഷം MLAക്കെതിരെ മണ്ഡലത്തിൽ നടത്തുക. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. അതായത് ലാപ്ടോപ്പ് വിതരണം സംബന്ധിച്ച് പരാതികൾ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. നജീബ് കാന്തപുരത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ DYFI ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് അടക്കം നടത്തുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLAയുടെ ഒരു പ്രത്യേകത, ഒരുപാട് പദ്ധതികൾ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അത് എത്രമാത്രം വലിയൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇന്നലെ ഡോക്ടർ സരീൻ ഈ ആരോപണവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് പ്രതീക്ഷിച്ചതാണ്, ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എത്രമാത്രം വ്യാപകമായി ഇപ്പോൾ ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ ഒരാളുടെ പരാതിയാണ് വന്നിട്ടുള്ളത്. ഈ സ്കൂട്ടറിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ CPM ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഇപ്പോൾ?
ശ്രീജ, ഗുഡ് മോർണിംഗ്. നജീബ് കാന്തപുരം MLA മണ്ഡലത്തിൽ നടത്തിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നടത്തിയിരുന്ന ചില സാമൂഹിക സേവന വിഭാഗത്തിൽപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ഈ മുദ്ര വഴി ഫണ്ട് സമാഹരിച്ച് അംഗനവാടി ജീവനക്കാർക്കും അതുപോലെ തന്നെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നഗരസഭയിലെ പല മേഖലയിലുള്ള താഴെത്തട്ടുള്ളവർക്കൊക്കെ ഓണക്കോടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഷുറൻസിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുക, അവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടു, അങ്ങനെ മറ്റ് സാധാരണഗതിയിൽ MLA മാർ കാണിക്കാത്ത പല മേഖലകളിൽ അദ്ദേഹം താല്പര്യമെടുത്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പലയിടങ്ങളിലും വേരുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ ഒരു CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെ, ആ ട്രസ്റ്റിനെതിരെ ഇപ്പോൾ CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഡ്രസ്സും MLA ഓഫീസും അഡ്രസ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ മുദ്ര ഈ വഴിയാണ് ഇവർ ലാപ്ടോപ്പിന് പണം കൊടുത്തതിന്റെ രസീത് നൽകിയിട്ടുള്ളത്. അതെല്ലാം മുദ്രയുടെ പേരിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി ഉന്നയിക്കുന്നവർക്ക് മുദ്രയ്ക്കെതിരെ പരാതി കൊടുക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഈ ലാപ്ടോപ്പിന് പുറമെ സ്കൂട്ടറും തയ്യൽ മെഷീനും ഒക്കെ ലഭിക്കാനുള്ളവർ ഇനിയുമുണ്ട്. ഏകദേശം 100-ലധികം പേര് സ്കൂട്ടറിന്റെ വില നൽകിയിട്ടുണ്ട്. 316 പേര് ലാപ്ടോപ്പിന്റെ വില നൽകിയിട്ടുണ്ട്. 24 പേർ തയ്യൽ മെഷീനും 24 പേർ ഗൃഹോപകരണങ്ങൾ അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്കുകളുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ലഭിക്കാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ട് വരുമ്പോൾ കണക്കാക്കുമ്പോൾ കോടികൾ വരും. അത് MLA-ക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് MLA ഇത്തരത്തിലൊരു കബളിപ്പിക്കപ്പെടൽ നടന്നിട്ടുള്ള താൻ അതിൻ്റെ ഇരയായി എന്ന പേരിൽ DGPക്ക് പരാതി നൽകിയത്. പക്ഷേ അവിടെ CPM കാണുന്നത് ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ ഒരു ആയുധമാക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല പെരിന്തൽമണ്ണ മണ്ഡലം എന്ന് വെച്ചാൽ 38 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം UDF നേടിയ മണ്ഡലമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വരേക്കും ഇത് വലിയ പ്രചരണായുധമാക്കാനുള്ള ആദ്യ ഘട്ട പ്രവർത്തനങ്ങളാണ് CPM ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേർ ഇന്ന് അനുപമ നൽകിയതുപോലെ പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടേറെ പേർക്ക് ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടുതൽ പേർ നൽകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മുദ്രയെ സംബന്ധിച്ച് നേരത്തെ MLA നജീബ് കാന്തപുരം ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞതാണ്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ അപേക്ഷിച്ചവർക്കൊക്കെ അവർ അപേക്ഷിച്ച സ്ഥാനങ്ങൾ നൽകിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് രണ്ടാമത് അപേക്ഷ സ്വീകരിച്ചത്. പക്ഷെ അവിടെയാണ് കബളിപ്പിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും ഇവിടെ മുദ്ര ഒരു വലിയ വിവാദമാക്കി ഉയർത്തി ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായിട്ട് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. MLA-ക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം MLA നടത്തിയ പ്രവർത്തനങ്ങൾ അത് പലതും ശ്ലാഘനീയമായ IAS അക്കാദമി മുതൽ പലതും അദ്ദേഹത്തിൻ്റെതായ ഇനീഷ്യേറ്റീവിൽ വന്ന സാധാരണഗതിയിൽ ഒരു MLA മണ്ഡലത്തിൽ കൊണ്ടുവരാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് ഇടതുപക്ഷത്തിന് പ്രതിരോധിക്കാൻ ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി ഈ തട്ടിപ്പൊരു ആയുധമാക്കി, ഈ കബളിപ്പിക്കലൊരു ആയുധമാക്കി അവരതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ DYFI MLA ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെന്താണെങ്കിലും നമ്മൾ കാണേണ്ടത് ഒരു വർഷത്തോളം മാത്രം ബാക്കിയുള്ളപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെ ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കബളിപ്പിക്കൽ ഇരകളെ രാഷ്ട്രീയമായിട്ട് MLA-ക്കെതിരെയുള്ള പ്രതിഷേധത്തിലാണ് ഈ നിരത്തുമെന്നുള്ളതാണ്. MLA ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആത്മവിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാകുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. ശരി, അനുമോദ്. ഒരു രാഷ്ട്രീയ ആയുധം വീണ് കിട്ടിയിരിക്കുന്നു CPM-ന്. അത് എത്ര കണ്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇനി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നമ്മൾ കാണേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ബജറ്റ് അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പതുക്കെ തുടങ്ങുന്നുണ്ട്. അതിലേക്കൊക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. കൊച്ചിയിൽ ഹോട്ടലിൽ തീപിടുത്തത്തിൽ ഒരു മരണം, 4 പേർക്ക് പരിക്ക്. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. US നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ആദ്യമായല്ല. കൈവിലങ്ങണിയിക്കുന്നത് US നയം. കുട്ടികളെയും സ്ത്രീകളെയും വിലങ്ങണിയിച്ചിട്ടില്ല. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ടെന്നും S ജയശങ്കർ.
വിദേശകാര്യമന്ത്രിയുടെ മറുപടിക്ക് വ്യക്തതയില്ലെന്ന പ്രതിപക്ഷം. വിലങ്ങിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിരുന്നോ എന്ന് ചോദ്യം. കൊളംബിയയെ പോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ട്? അമേരിക്കയിൽ എത്ര ഇന്ത്യക്കാർ അനധികൃതമായി തങ്ങുന്നുണ്ടെന്നും രൺദീപ് സിംഗ് സുർജേവാല. US നാടുകടത്തലിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. 40 മണിക്കൂറാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർ കഴിഞ്ഞത്. നാടുകടത്തപ്പെട്ടവരുടെ വേദന പ്രധാനമന്ത്രി മനസ്സിലാക്കണമെന്നും രാഹുൽ. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടെ ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം. മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അമേരിക്ക നാടുകടത്തിയവരെ ചങ്ങലയിൽ ഇന്ത്യയിൽ എത്തിച്ചതിന് എതിരെ വ്യാപക പ്രതിഷേധം. രാവിലെ മുതൽ പാർലമെന്റ് പലതവണ സ്തംഭിച്ചു. പ്രതീകാത്മക ചങ്ങലകളുമായി പ്രതിപക്ഷം ലോക്സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുയർത്തി. അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ വിമാനത്തിൽ തിരിച്ചയച്ചത് വിലങ്ങുവെച്ചെന്ന് സ്ഥിരീകരിച്ച യാത്രക്കാരും. യാത്രയിലുടനീളം കൈകളും കാലുകളും വിലങ്ങുവെച്ച് ബന്ധിച്ചിരുന്നതായി 36-കാരനായ ജസ്പാൽ സിംഗ്. അമൃത്സറിലെത്തിയപ്പോഴാണ് വിലങ്ങുകൾ അഴിച്ചതെന്നും പ്രതികരണം. ദുരനുഭവങ്ങൾ പങ്കുവെച്ച അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാർ 18 കുന്നുകൾ കടന്നാണ് അന്ന് US-ലെത്തിയത്. പലരും യാത്രാമധ്യേ മരിച്ചു. പലരുടെയും വസ്ത്രങ്ങൾ യാത്രയ്ക്കിടെ മോഷ്ടിക്കപ്പെട്ടു. അത്തരത്തിലെത്തിയവരെയാണ് ഇപ്പോൾ ട്രംപ് പ്രത്യേക വിമാനത്തിൽ തിരിച്ചയച്ചത്. പകുതി വില വീണ്ടും വാർത്തകളിലേക്ക്. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രമേയം. വൻകിട വികസന പദ്ധതികൾക്ക് പുറകെ പോകുന്നത് അഭികാമ്യമല്ലെന്നാണ് വിമർശനം. പെൻഷൻ, ക്ഷേമനിധി തുടങ്ങിയ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടൽ വേണം. വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വ്യവസായം തുടങ്ങിയ മേഖലകൾ മെച്ചപ്പെടുത്തണം. കാസർഗോഡ് ആരോഗ്യ മേഖലയിലെ പിന്നാക്കാവസ്ഥ എണ്ണിപ്പറഞ്ഞ പ്രമേയവും യോഗത്തിൽ വന്നു. സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാന സർക്കാർ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ഡെലിഗേഷന്റെ സമ്മേളനത്തിൽ അഭിപ്രായമുണ്ട്. വൻകിട വികസന പദ്ധതികൾക്ക് പുറകെ പോകുന്നതല്ല ഇനി അഭികാമ്യമായിട്ടുള്ളത്. ദുർബല ജനവിഭാഗങ്ങളുടെ ഈ പെൻഷൻ, ക്ഷേമനിധി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് നന്നായി ഇടപെടുന്നുണ്ട്. കുറെ കൂടി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ സമ്മേളനത്തിലുണ്ട്. ഈ മാറ്റം കൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 13 വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അത് വികസനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, തൊഴിൽ രംഗത്തെ സംബന്ധിച്ചുണ്ട്, നമുക്ക് 1-2 വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കണം എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ട്, കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് അത് ഞങ്ങൾ പ്രമേയം മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രമേയം പാസ്സാക്കിയിട്ട് കൈയടിച്ചു പോലല്ല, ഞങ്ങളതിൻ്റെ പുറകെ നിൽക്കും. കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുയോഗം ഇന്ന് വൈകിട്ട് 5-ന് നോർത്ത് കൊട്ടശ്ശേരിയിലാണ് നടക്കുക. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്തെ മറ്റ് ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെ ക്രിയാത്മകമായ അല്ലെങ്കിൽ കൃത്യമായ സർക്കാരിനെയും പാർട്ടിയെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ CPM സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഒരു പ്രമേയം വരുന്നു എന്നൊരു കാര്യം. അത് ഇപ്പോൾ നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കേട്ടതുപോലെ അത് വെറുതെ പറഞ്ഞു പോവുകയില്ല, അതിന് പിറകെ നിൽക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന്. എത്രത്തോളം ഗൗരവത്തോടെയാണ് അവർ ഈ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ ഒരു വിഷയമായി ഇത് കാണേണ്ടിയിരിക്കുന്നു. കാരണം CPM തന്നെ അവരുടെ സർക്കാരിനെതിരെ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു. 13 പ്രമേയങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സർക്കാർ വൻകിട വികസന പദ്ധതികൾക്ക് പുറകെയാണ് പോകുന്നത്. ഇത് അഭികാമ്യമല്ല. ഈ പെൻഷൻ, ക്ഷേമനിധി തുടങ്ങിയ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടൽ വേണം. ഇതിൽ കൃത്യമായ ശ്രദ്ധ വേണമെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്, ആ പ്രമേയം പാസാക്കിയ കാര്യം. ഇതുകൂടാതെ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വ്യവസായം തുടങ്ങിയ മേഖലകൾ മെച്ചപ്പെടുത്തണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെടുമ്പോൾ ഈ കാര്യത്തിലെല്ലാം ഒരു വീഴ്ചയുണ്ടെന്ന ഒരു ചൂണ്ടിക്കാട്ടലാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത്.
ഈ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയും എണ്ണി പറയുന്നുണ്ട് ഈ പ്രമേയത്തിൽ. ഈ സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ ആവശ്യത്തിന് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരില്ല എന്ന ഒരു വിമർശനമുണ്ട്. അതും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം. ഇതിന് പുറകെ തന്നെ പോകും എന്ന് തന്നെയാണ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ്, കാസർഗോഡ് ആരംഭിച്ച മെഡിക്കൽ കോളേജ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്നും പറയുന്നുണ്ട്. എൻഡോസൾഫാൻ ദുരിത ബാധിത മേഖലകളിൽ ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങളില്ല എന്ന് ഈ പ്രമേയം പറയുന്നു. കാലങ്ങളായുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നടപടിയില്ല തുടങ്ങി ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രമേയമാണ് പാസ്സാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വനം വകുപ്പിന്റെ കൂടുതൽ ഇടപെടൽ വേണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് പുറമെ കേന്ദ്ര സർക്കാരിനെതിരുമായി 13 പ്രമേയങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൽ 317 പ്രതിനിധികൾ പങ്കെടുത്ത ഈ ജില്ലാ സമ്മേളനത്തിൽ കൈയടിച്ച് പാസ്സാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, CPIക്കെതിരെയുള്ള ഒരു വിമർശനമാണ്. പ്രധാനമായും മുന്നണി മര്യാദ CPI പാലിക്കുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നത്. ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും സ്വകാര്യ സ്വത്താക്കി മാറ്റിയെന്ന രൂക്ഷ വിമർശനവുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൈക്ക് ഓപ്പറേറ്റർമാരോട് തട്ടിക്കയറുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ഈ ചർച്ചയിൽ വിമർശനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും സമ്മേളനം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സമാപിക്കും. വൈകിട്ട് പൊതുസമ്മേളനമുണ്ട്. നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് 1,00,000-ഓളം പേർ പങ്കെടുക്കുന്ന ഈ സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഏതായാലും സംസ്ഥാന ബജറ്റായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല. ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. അത്തരത്തിൽ ജില്ലാ സമ്മേളനം, കാസർഗോഡ് ജില്ലാ സമ്മേളനം ശ്രദ്ധ ആവുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെയാണ്. എന്തായാലും ചുവപ്പ് സേനയുടെ മാർച്ച് ഉണ്ട്, വൈകിട്ട് 4-ന്. ഗതാഗത നിയന്ത്രണമുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് 11 മണിക്ക്, അതായത് രാവിലെ 11 മണി മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഇന്ന് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലാ സെക്രട്ടറി ആര് എന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു സമവായത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ CH കുഞ്ഞമ്പു MLA യുടെ പേര് ഉയർന്നു വരുന്നുണ്ട്, സജീവമായി ഉള്ളത്. അതുകൂടാതെ M. രാജഗോപാലൻ എംഎയുടെ പേരും വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KV കുഞ്ഞിരാമൻ, അതായത് പെരിയ കേസിൽ ശിക്ഷയ്ക്ക് വിധിപ്പെട്ട KV കുഞ്ഞിരാമന്റെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. ശ്രീജ, ആരാകും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്നതിൽ അപ്പോൾ അല്പം ഉദ്വേഗം ബാക്കിയുണ്ട്. മറ്റിടങ്ങളിലൊക്കെ കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് കൃത്യമായിട്ടാണ് നടന്നതെങ്കിൽ കാസർഗോഡ് അങ്ങനെയല്ല, അല്പം വ്യത്യാസമുണ്ട് കാര്യങ്ങളിലൊക്കെ. ഇന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തുന്നതിനാൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ജനങ്ങൾ ശ്രദ്ധിക്കണം. നീലേശ്വരം ഭാഗത്തു നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും 11 മണി മുതൽ ദേശീയപാത വഴിയാണ് കടന്നു പോകേണ്ടത്. നഗരത്തിലെ സർവീസ് റോഡുകളിൽ നിന്ന് പാർക്കിംഗ് അനുവദിക്കില്ല. സ്റ്റേറ്റ് ഹൈവേയുടെ കിഴക്ക് ഭാഗം പ്രകടനക്കാർക്കും പടിഞ്ഞാറ് ഭാഗം 1 വേ ഒഴിവാക്കി 2 വേ ആക്കി ഉച്ചയ്ക്ക് 2 മണി മുതൽ ആവുന്നതാണെന്നും അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ധനമന്ത്രി ധനമന്ത്രി KN ബാലഗോപാലിന്റെ വസതിയിലേക്കാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റുമായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഡാൻ കുര്യൻ, അപ്പോൾ ഔദ്യോഗികമായി ഇനി ബജറ്റ് അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പതിയെ തുടങ്ങുകയാണ് അല്ലേ? അതായത് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ട് T. വീരാന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതോടൊപ്പം ഫിനാൻസ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അവരെല്ലാവരും ധനമന്ത്രിയുടെ വസതിയിലുണ്ട്. അല്പസമയത്തിനകം ഈ ബജറ്റ് കോപ്പി ധനമന്ത്രി KN ബാലഗോപാലിന് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ചേർന്ന് കൈമാറും. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ടൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങാനാണ് സാധ്യത. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ബജറ്റിന്റെ ഈ പകർപ്പ് കൈപ്പറ്റിയതിനു ശേഷം ഉണ്ടാകുമോ എന്നറിയാനാണ് ഇവരും കാത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നാടിന്റെ വികസന പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാകും ബജറ്റ് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബജറ്റ് എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഒരു സൂചനയായി കൂടി അതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവെക്കാനുള്ളതെന്നാണ് KN ബാലഗോപാൽ
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷേമ പദ്ധതികൾക്കും ഒപ്പം വികസന പദ്ധതികൾ കൂടി ഈ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. അതോടൊപ്പം നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ഏതൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ, എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. നമ്മൾ നേരത്തെ മുതൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അതിന് തുക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതറിയാനുള്ള ഒരു ആകാംക്ഷ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. ഇതിനോടകം 62 ലക്ഷം ആളുകൾക്കാണ് സാധാരണക്കാരായ ആളുകൾക്കാണ് ക്ഷേമ പെൻഷന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുക വീണ്ടും വർദ്ധിപ്പിച്ചാൽ അത് നേരിട്ട് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. പക്ഷേ അതിന് സർക്കാരുണ്ടാക്കുന്ന അധിക ബാധ്യതയായിരുന്നു നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്ന പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിലെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഉണ്ടാകുമോ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ശ്രീജ, അവസാനത്തെ വാചകം അല്പം സ്ട്രൈക്കിംഗ് ആണ്. നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാവുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും. പക്ഷേ അതിന് സാമ്പത്തിക ഞെരുക്കം അനുവദിക്കുമോ? അവിടെയാണ് അത് രണ്ടും കൂടെ ചേർത്ത് ബാലഗോപാലിനെ പോലെ ഒരു പ്രായോഗികവാദി എന്ത് ചെയ്യും എന്ന് അറിയേണ്ടത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയ്ക്ക് ഇത്തവണ ബാലഗോപാലിന് അല്പം ഭാവനാത്മകമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലേ? ശ്രീജ, ഒരു വശത്ത് നികുതി വർധനവിലൂടെ വരുമാനം കണ്ടെത്തുകയും മറുവശത്ത് അത് ജനക്ഷേമ പദ്ധതികളുടെ ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ടാക്ടിക്കൽ മൂവായിരിക്കുമോ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക? അതാണ് അറിയാനുള്ളത്. അതോ ഈ നികുതി അധികമായി വർദ്ധിപ്പിക്കാതെ തന്നെ വരുമാനം കണ്ടെത്തുന്നതിനുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? അഭ്യൂഹങ്ങളിലൊക്കെ നിറയുന്നത് പോലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് യൂസർ ഫീ ഈടാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് സഭയിലുണ്ടാകുമോ? ഇതൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. അല്പസമയം കൂടെ കാത്തിരിക്കുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരും. എന്തായാലും ധനമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നാടിന്റെ വികസനത്തിന് ഉതകുന്ന ജനക്ഷേമ പദ്ധതികൾ നിരവധി ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും ഒരു സൂചന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെയൊക്കെ സർക്കാരിനൊപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു തന്ത്രങ്ങൾ കൂടി ഈ ബജറ്റിൽ ഉണ്ട് എന്നതിന്റെ സൂചനയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശരി, ഡാൻ കുര്യനാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി ഇതിൻ്റെ ഒരു തുടക്കമാണ്. ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റിന്റെ കോപ്പിയുമായി ധനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇനി ധനമന്ത്രി അത് ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പോവുക. 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ 5ാമത്തെ ബജറ്റ്, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണ്. അതിൻ്റെ അവതരണം ഉണ്ടാകും. എന്തൊക്കെയാണ് ആ ബജറ്റിലുള്ളത്, ആ കണ്ട ബാഗിൽ എന്തൊക്കെയാണുള്ളത്, അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനവും ഇന്ന് അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടത്. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ടൗൺഷിപ്പ് നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് നൽകിയതിൽ സംസ്ഥാന സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഒരിടവേള കൂടി എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. കൊച്ചിയിൽ ഹോട്ടലിൽ തീപിടുത്തത്തിൽ ഒരു മരണം, 4 പേർക്ക് പരിക്ക്. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. US നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ആദ്യമായല്ല. കൈവിലങ്ങ് അണിയിക്കുന്നത് US നയം. കുട്ടികളെയും സ്ത്രീകളെയും വിലങ്ങ് അണിയിച്ചിട്ടില്ല. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യയ്ക്ക് ബാധ്യതയുണ്ടെന്നും S ജയശങ്കർ.
വിദേശകാര്യമന്ത്രിയുടെ മറുപടിക്ക് വ്യക്തതയില്ലെന്ന പ്രതിപക്ഷം. വിലങ്ങിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിരുന്നോ എന്ന് ചോദ്യം. കൊളംബിയയെ പോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ട്? അമേരിക്കയിൽ എത്ര ഇന്ത്യക്കാർ അനധികൃതമായി തങ്ങുന്നുണ്ടെന്നും രൺദീപ് സിംഗ് സുർജേവാല. US നാടുകടത്തലിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. 40 മണിക്കൂറാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർ കഴിഞ്ഞത്. നാടുകടത്തപ്പെട്ടവരുടെ വേദന പ്രധാനമന്ത്രി മനസ്സിലാക്കണമെന്നും രാഹുൽ. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടെ ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം. മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അമേരിക്ക നാടുകടത്തിയവരെ ചങ്ങലയിൽ ഇന്ത്യയിൽ എത്തിച്ചതിന് എതിരെ വ്യാപക പ്രതിഷേധം. രാവിലെ മുതൽ പാർലമെന്റ് പലതവണ സ്തംഭിച്ചു. പ്രതീകാത്മക ചങ്ങലകളുമായി പ്രതിപക്ഷം ലോക്സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുയർത്തി. അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ വിമാനത്തിൽ തിരിച്ചയച്ചത് വിലങ്ങുവെച്ചെന്ന് സ്ഥിരീകരിച്ച യാത്രക്കാരും. യാത്രയിലുടനീളം കൈകളും കാലുകളും വിലങ്ങുവെച്ച് ബന്ധിച്ചിരുന്നതായി 36-കാരനായ ജസ്പാൽ സിംഗ്. അമൃത്സറിൽ എത്തിയപ്പോഴാണ് വിലങ്ങുകൾ അഴിച്ചതെന്നും പ്രതികരണം. ദുരനുഭവങ്ങൾ പങ്കുവെച്ച അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാർ 18 കുന്നുകൾ കടന്നാണ് അന്ന് US-ലെത്തിയത്. പലരും യാത്രാമധ്യേ മരിച്ചു. പലരുടെയും വസ്ത്രങ്ങൾ യാത്രക്കിടെ മോഷ്ടിക്കപ്പെട്ടു. അത്തരത്തിലെത്തിയവരെയാണ് ഇപ്പോൾ ട്രംപ് പ്രത്യേക വിമാനത്തിൽ തിരിച്ചയച്ചത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സംഭവത്തിൽ ഇടപെട്ടി ഇഡി. സംഭവത്തിൽ ഇഡി പ്രാഥമിക വിവരശേഖരണം നടത്തി. മണി ചെയിൻ തട്ടിപ്പുകൾക്ക് സമാനമെന്ന് വിലയിരുത്തൽ. അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടായിരിക്കും. പാതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാന തട്ടിപ്പിലൂടെ കോടികൾ വെട്ടിച്ച അനന്തകൃഷ്ണനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. അനന്തകൃഷ്ണന്റെ 3 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തത് ഇന്നോവ ക്രിസ്റ്റോ അടക്കം 3 കാറുകൾ. അനന്തകൃഷ്ണനെതിരെ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. 48 പേർക്ക് പണം നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. പണം നഷ്ടപ്പെട്ട 7 സ്ത്രീകൾ പോലീസിൽ പരാതി നൽകി. 4 പേർക്ക് സ്കൂട്ടറും 3 പേർക്ക് ഗൃഹോപകരണങ്ങളും. ഡൽഹിയുടെ മനസ്സ് നാളെ അറിയാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് BJP. എക്സിറ്റ് പോളുകൾ തള്ളിയ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ആരോപിച്ച് രംഗത്ത് വന്നു. ER രാഗേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഇനി ഈ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം വോട്ടെല്ലാം ഓൾറെഡി പോൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് ഒരുപക്ഷെ അത്ര പ്രതീക്ഷിച്ചിരുന്ന തരത്തിലല്ല. ആം ആദ്മി പാർട്ടി ഇപ്പോൾ രാകേഷൊക്കെ നേരിട്ട് ഡൽഹി പോയപ്പോൾ കണ്ടതാണ്. അവിടെ ആളുകൾക്ക് ആ സാധാരണക്കാരിലേക്ക് എത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക്, പദ്ധതികൾക്ക് തന്നെയാണ് എപ്പോഴും കൂടുതൽ അംഗീകാരം കിട്ടാറുള്ളത്. പക്ഷേ BJPക്ക് ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് പോലൊരു സ്വാധീനം കിട്ടുമോ എന്നതാണ് ഇനി ആകാംക്ഷ. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ചർച്ചകൾ എങ്ങനെയൊക്കെയാണ്? അതെ ശ്രീജ, നാളെ ഈ നേരത്ത് ഡൽഹിയിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതായാലും വലിയ പ്രതീക്ഷ ഇപ്പോൾ BJP പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം എക്സിറ്റ് പോളുകളെല്ലാം തന്നെ അവർക്ക് വലിയ വിജയം നേടും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് 27 വർഷത്തിന് ശേഷമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ BJP അധികാരത്തിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് വോട്ടെണ്ണൽ 5-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിച്ചു. ഇന്നലെ 2 സർവേകൾ കൂടി പുറത്തു വന്നു. അത് ആക്സിസ് മൈ ഇന്ത്യയുടെയും ഒപ്പം തന്നെ ടുഡേയ്സ് ചാണക്യയുടെയും ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ ഏതാണ്ട് 45 മുതൽ 55 വരെ സീറ്റ് BJP നേടാം. ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം 15 മുതൽ 25 വരെ സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. ഒപ്പം ടുഡേയ്സ് ചാണക്യ വലിയ വിജയം BJPക്ക് പ്രവചിക്കുന്നുണ്ട്. 51 സീറ്റ്, അതാണ് 57 വരെ പോകാം എന്ന് ടുഡേയ്സ് ചാണക്യയും പറയുന്നു. അപ്പോൾ ഈ പ്രവചനങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് BJP. പക്ഷേ ആം ആദ്മി പാർട്ടി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്യാജ എക്സിറ്റ് പോളുകൾ എന്നാണ്. അതിന് ഗുരുതരമായ ആരോപണം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഡൽഹി രാഷ്ട്രീയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേജ്രിവാൾ തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യം 16 സ്ഥാനാർത്ഥികൾക്ക്, ആം ആദ്മി പാർട്ടിയുടെ 16 സ്ഥാനാർത്ഥികൾക്ക് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് BJPയുടെ കോൾ വന്നു എന്ന ഗുരുതരമായ ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ 15 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.
മാത്രവുമല്ല ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ഇത്തരത്തിൽ BJP അധികാരത്തിൽ വരും എന്ന സർവേകൾ പുറത്തുവിട്ടിരിക്കുന്ന ആരോപണം കൂടി അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നു. 55 സീറ്റ് BJPക്ക് നേടാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം കൂടി കേജ്രിവാൾ ഉന്നയിക്കുന്നു. അങ്ങനെ ഈ വോട്ടെണ്ണലിന്റെ തലേ ദിവസം പോലും രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ഡൽഹിയിൽ. ഏതായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവർ 10 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ ചോദ്യങ്ങളൊരു പ്രതിസന്ധിയും ഉണ്ടാക്കും. BJPയെ സംബന്ധിച്ച് അത് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു മുന്നേറ്റം പ്രകടമാണ്. കാരണം മഹാരാഷ്ട്ര ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സംസ്ഥാനമായിരുന്നു. അവിടെ BJP വിജയിച്ചു. ഹരിയാനയിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന സംസ്ഥാനമാണ്. അവിടെയും അധികാരം നിലനിർത്താൻ സാധിച്ചു. അപ്പോൾ ഡൽഹി കൂടി പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇത്തരം പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കുമൊക്കെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡൽഹി എന്താണ് വിധി എഴുതുക എന്ന് നമുക്കറിയാം. ഈ എക്സിറ്റ് പോളുകളൊക്കെ എത്ര കണ്ട് ഫലിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടുഡേസ് ചാണക്യയും ആക്സിസ് മൈ ഇന്ത്യയൊക്കെ വളരെ അടുത്ത് യഥാർത്ഥ ഫലത്തിനോട് വളരെ അടുത്ത് പ്രവചിക്കാറുള്ള ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷ കൂടുകയാണ്. സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ അമേരിക്ക നാട് കടത്തിയതിനെതിരെ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായുള്ള യാത്ര അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടുത്ത സംഘത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ ഇന്ത്യ വിമാനം അയക്കണമെന്ന ആവശ്യം കൂടുതൽ പ്രതിപക്ഷം ശക്തമാക്കും. മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിലെ പ്രതിഷേധം അമേരിക്കയെ അറിയിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. നാടുകടത്തപ്പെട്ടവർ ഇന്ത്യയിൽ കാര്യമായ നിയമ നടപടി നേരിടേണ്ടി വരില്ലെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്നാൽ പാസ്പോർട്ടിൽ അനധികൃത മാറ്റങ്ങൾ നടത്തിയവർ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി ഈ ദിവസം നടക്കാനുള്ള കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ വളരെ പെട്ടെന്ന് കണ്ടുവരാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് 9 മണിക്ക് അവതരിപ്പിക്കും. വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് ധനമന്ത്രിയുടെ FB പോസ്റ്റ്. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയ രീതിയിൽ ഇന്നും പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർലമെന്റിനെ പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കിയേക്കും. കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മരിച്ച സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. സുരക്ഷാ ഫോറൻസിക് പരിശോധനകളും ഇന്ന് നടത്തും. പാതിവിലയ്ക്ക് ലാപ്ടോപ്പ് വാഗ്ദാനം നൽകി പണം തട്ടിയെന്ന ആരോപണത്തിൽ നജീബ് കാന്തപുരം MLA-ക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. MLA-ക്കെതിരെ ഇന്ന് കൂടുതൽ പേർ രംഗത്ത് വരാനും സാധിക്കും. ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ ഇന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകും. കട്ടപ്പന ASP ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. നടപടിയില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ നിലപാട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും ഇന്നുണ്ടായി. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സമാപന പൊതുയോഗം വൈകിട്ട് 5-ന് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ സെക്രട്ടറിയെ 11 മണിയോടുകൂടി പ്രഖ്യാപിക്കും.
CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തുന്നതിനാൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നീലേശ്വരം ഭാഗത്തു നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും 11 മണി മുതൽ ദേശീയപാത വഴി കടന്നു പോകണം. സർവീസ് റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം ഇന്ന്. റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ. കരുതൽ ധനാനുപാതത്തിൽ മാറ്റമുണ്ടാകുമോ എന്നൊക്കെ ഇന്നറിയാം. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി പോരാട്ടം. മത്സരം ഷില്ലോങ്ങിൽ വൈകിട്ട് 7:30. മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ ഇന്ന് റിലീസ് ചെയ്യുന്നു. MT ഹരിഹരൻ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം വീണ്ടും വരുന്നത് 4K ക്ലാരിറ്റിയോടെയാണ്. അന്തരിച്ച MTക്കുള്ള ആദരം കൂടിയാണ് ഈ റിലീസ്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതോടൊപ്പം ചിലർ ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള ആശംസകൾ നോക്കാം. ഇന്ന് ആദ്യം നമ്മൾ ആശംസ പറയുന്നത് അമാന്റെയും ഒപ്പം അച്ഛൻ ആസാദിന്റെയും പിറന്നാളാണ്. അച്ഛനും മോനും കൂടിയാണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നത്. രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നിങ്ങൾക്കും ഇതുപോലെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ആ ആഘോഷം സന്തോഷത്തോടെ കൊണ്ടാടാം. ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ വാട്സപ്പ് നമ്പറിൽ 9346975748 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനൊരുങ്ങി കൈമനത്തെ അമൃത് നഗർ മാതാ അമൃതാനന്ദമയി മഠം. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മാതാ അമൃതാനന്ദമയി എത്തും. നാളെയും മറ്റന്നാളും വാർഷിക ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി ഭക്തർക്ക് ദർശനം നൽകും. ബ്രഹ്മസ്ഥാന മഹോത്സവം 2025 ഒരുക്കങ്ങൾ പൂർത്തിയായി. മാതാ അമൃതാനന്ദമയി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഭക്തരുമായുള്ള ഈ വർഷത്തെ സത്സംഗത്തിനായാണ് കൈമനത്തെ അമൃത് നഗർ ഒരുങ്ങുന്നത്. നാളെയും മറ്റന്നാളും വാർഷിക ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമൃതാനന്ദമയി ദർശനം നൽകും. ഞായറാഴ്ച രാഹുലി ഉണ്ടാവും. പിന്നെ ഒരു 10-10:30 കൂടി അമ്മ സ്റ്റേജിൽ വരും. അത് കഴിഞ്ഞാല് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ആരാപ്പണം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അതിനെ സത്സംഗം തുടങ്ങും. അതിനോ സത്സംഗം ധ്യാനം, അത് കഴിഞ്ഞ് ദർശനം. ഇത് ഏകദേശം ഉച്ചയോടുകൂടിയായിരിക്കും അമ്മയുടെ ദർശനം ആരംഭിക്കുന്നത്. രാത്രി വൈകോളം നേരത്തെ നീണ്ടു നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എത്ര സമയം മഴ ഇരിക്കാൻ നമ്മുടെ അറിഞ്ഞുകൂടാ. എന്തായാലും സാധാരണ രാത്രി വരെ തുടരുന്നതാണ്. നാളെ അതിരാവിലെ മുതൽ തന്നെ ഭക്തർക്കുള്ള സത്സംഗ് തുടങ്ങും. രാവിലെ 6-ന് രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കറുകഹോമം, മഹാലക്ഷ്മി പൂജ എന്നിവയും നടക്കും. 9-ന് അവസാന ഭക്തനും ദർശനം നൽകും വരെ സത്സംഗ് നീളും. 9-ന് പുലരുവോളം നീളുന്ന സത്സംഗത്തിന് ശേഷം 10-ന് ഉച്ചയോടെ അമൃതാനന്ദമയി നാഗർകോവിലിലെ ആശ്രമത്തിലേക്ക് തിരിക്കും. കൈമനത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഇക്കുറി 10,000-ങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് നിലച്ചു പോകാതെ കാര്യങ്ങൾ പോകുന്നു. വളരെ അങ്ങ് മെച്ചപ്പെട്ടു. 50,000 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വന്ന എല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ആ ഘട്ടം അതിജീവിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് കൂടുതൽ തൊഴിൽ സാധ്യതയും വികസനമൊക്കെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാവിലത്തെ പത്രങ്ങൾ പലതും വന്നത് ഇന്ത്യക്കാർക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു വാർത്തയും കൊണ്ടാണ്. 40 മണിക്കൂർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ താമസിച്ചിരുന്നവർ, അവര് രേഖകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ, അവരെ കൈയും കാലും ചങ്ങലക്കിട്ട് അവർക്ക് വിമാനത്തിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും എഴഞ്ഞു പോകേണ്ടി വന്നു എന്നൊരു സ്ഥിതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത്
നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമൊന്നും പോകാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ, രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ അതിന്റെ ഭാഗമായി നമ്മുടെ കേരളവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും സ്വന്തം കാലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് പുറത്തേക്ക് അയക്കാൻ മാത്രമല്ല നമുക്ക് കഴിയുന്നത്. ഏറ്റവും വലിയ കൺസംഷൻ ഫോഴ്സുള്ള, ഉപഭോഗമുള്ള ഒരു സ്ഥലമാണ്, ഉപഭോഗത്തിന് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ലോകത്തിന്റെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം അത്രയൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ അടുത്ത തലമുറയെ എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പും. ആ തരത്തിൽ കേരളത്തിന് മെച്ചമുണ്ടാകുന്ന തരത്തിലായിരിക്കും കേരളം തുടരുന്ന സാമൂഹ്യക്ഷേമ രംഗത്തും മറ്റു രംഗത്തും എല്ലാം ഉള്ള ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്നതായിരിക്കും. അത് LDF ഗവൺമെന്റിന്റെ പൊതുനയം തന്നെയാണ്. ആ നയം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലയും ടച്ച് ചെയ്ത് എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ബഡ്ജറ്റ് തന്നെയാണ്. ഈ പ്രാക്ടിക്കലായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ് താങ്കളുടെ മുൻ ബജറ്റൊക്കെ നോക്കിയാൽ. ഇന്നത്തെ ഫേസ്ബുക്കും ആ തരത്തിൽ നോക്കിയാൽ ക്ഷേമ പെൻഷൻ അടക്കം ആളുകൾ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് അങ്ങനല്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തും എന്നുള്ളതല്ല, പക്ഷെ 3 മാസക്കാലത്തെ പെൻഷൻ കൂടി ഇനി പഴയ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. 3 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 3000 കോടി രൂപയാണ്. അപ്പം അതുപോലെയൊക്കെയുള്ള പല കമ്മിറ്റ്മെന്റുകളും റൂൾ 300ന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഗവൺമെന്റ് അഭിപ്രായം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യണം. അമിതമായ പ്രഖ്യാപനം നടത്തി 10-15 മാസം കൊടുക്കാതെ പോകുന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ ആ കമ്മിറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടു വരും. അതാണ് അത്രയൊരു ശുഭപ്രതീക്ഷയാണ്. അത് നിങ്ങൾക്കും എനിക്കും എല്ലാം കേരളം നന്നാവുന്നതിലുള്ള ശുഭപ്രതീക്ഷയും സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തോടു കൂടി കുറെ കൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞും അതിനകത്തെ വിശദമായ കാര്യങ്ങൾ നോക്കി കേരളത്തിന് എങ്ങനെയാണ് ഇത് ഗുണമുണ്ടാവുന്നത്. ഒരു ബഡ്ജറ്റ് ആകുമ്പോൾ പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പോൾ അത് പൊതുവിലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അസസ്മെന്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നതായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാം. ഏതാ അല്ല, അത് വലിയ ഭാരമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. വലിയ ഭാരം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ കാലോചിതമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ കാണാം. ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോകണം. കൺസർവേറ്റീവായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും വരുമല്ലോ. ഇറങ്ങാം. ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല? സനകനും ബസ് പോലെ തന്നെ 6 മണിക്ക്. ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് നമുക്കുണ്ടായ പോസിറ്റിവിറ്റി അത്ര കണ്ട് വേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. ഞാൻ എപ്പോഴും കൺസർവേറ്റീവായി നിൽക്കുന്ന ആളാണ് എന്ന് ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ 4 ബജറ്റുകളിലും നമ്മൾ കണ്ടത് ധനമന്ത്രി KN ബാലഗോപാൽ വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനെ ഒരു വലിയ ഡീലല്ല എന്ന മട്ടിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. ഇത്തവണ അദ്ദേഹത്തിന് മേൽ ഏൽപ്പിക്കപ്പെട്ട വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് ആളുകളെ സന്തോഷിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ധനമന്ത്രിക്ക് മേൽ വന്നു ചേർന്നിട്ടുള്ളത്. അതെങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്നതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സർക്കാരിന് കാത്തിരിക്കുന്നത് വലിയ പരീക്ഷകളാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പം അതിനു മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടിയെ മറികടക്കുന്ന വിധത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാകട്ടെ ക്ഷേമ പെൻഷനൊക്കെയാണ് ആളുകളെ അകറ്റി നിർത്തിയത്, അതിൽ ഉണ്ടായ വീഴ്ചയാണ് ആളുകളെ അകറ്റി നിർത്തിയത് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ അദ്ദേഹം മറികടക്കും എന്നത് വളരെ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അതിനായി നമ്മൾ കാത്തിരിക്കേണ്ടത് ഇനി വെറും 3/4 മണിക്കൂറാണ്. 9 മണിക്ക് നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ കാലത്തെ സമ്പൂർണ്ണ ബജറ്റ്, അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. എങ്ങനെ ഈ പ്രതിസന്ധി കാലത്ത് മുന്നോട്ട് പോകാനുള്ള ദിശാസൂചികയായി അദ്ദേഹത്തിന്റെ ബജറ്റ് എങ്ങനെ കൊണ്ടുവരും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.
നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. കൊച്ചിയിൽ ഹോട്ടലിൽ തീപിടുത്തത്തിൽ ഒരു മരണം, 4 പേർക്ക് പരിക്ക്. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. US നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ആദ്യമായല്ല. കൈവിലങ്ങണിയിക്കുന്നത് US നയം. കുട്ടികളെയും സ്ത്രീകളെയും വിലങ്ങണിയിച്ചിട്ടില്ല. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ടെന്നും എസ് ജയശങ്കർ. വിദേശകാര്യമന്ത്രിയുടെ മറുപടിക്ക് വ്യക്തതയില്ലെന്ന പ്രതിപക്ഷം. വിലങ്ങിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിരുന്നു എന്ന് ചോദ്യം. കൊളംബിയയെ പോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ട്? അമേരിക്കയിൽ എത്ര ഇന്ത്യക്കാർ അനധികൃതമായി തങ്ങുന്നുണ്ടെന്നും രൺദീപ് സിംഗ് സുർജേവാല. US നാടുകടത്തലിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. 40 മണിക്കൂറാണ് ചങ്ങലിൽ ബന്ധിക്കപ്പെട്ടവർ കഴിഞ്ഞത്. നാടുകടത്തപ്പെട്ടവരുടെ വേദന പ്രധാനമന്ത്രി മനസ്സിലാക്കണമെന്നും രാഹുൽ. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടെ ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം. മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അമേരിക്ക നാടുകടത്തിയവരെ ചങ്ങലയിൽ ഇന്ത്യയിൽ എത്തിച്ചതിന് എതിരെ വ്യാപക പ്രതിഷേധം. രാവിലെ മുതൽ പാർലമെന്റ് പലതവണ സ്തംഭിച്ചു. പ്രതീകാത്മക ചങ്ങലകളുമായി പ്രതിപക്ഷം ലോക്സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുയർത്തി. അമേരിക്ക അനധികൃത കുടിയേറ്റക്കാർ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മഞ്ചേരിയിൽ 1ാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. തിരുവാലി ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മുൻവശത്തെ പല്ലുകൾ തകർന്നിട്ടുണ്ട്. താടിയെല്ലിൽ 3 തുന്നലുണ്ട്. ഞങ്ങളിത് വീഡിയോസ് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ആക്കണം പറഞ്ഞുകൊണ്ട് ഞങ്ങള് എഴുത്തറ. അപ്പോൾ എന്താ ഇന്ന് കോളേജ് വിട്ടപ്പോ ഞാൻ ചങ്ങായി ഗ്രേറ്റിൻ്റെ അവിടെ നിന്നപ്പോ ഇവര് വന്നാണ്ട് എന്താ ഓനെ തല്ലാൻ വന്നു. അപ്പൊ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വേണ്ടവരാണ് ഇന്നെ വലിച്ചുകൊണ്ടുപോയി അടിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പേരിൽ ഇത്ര ക്രൂരമായ മർദ്ദനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്താണ് ഈ കുട്ടി പറയുന്നത്? പോലീസ് പറയുന്നത് എന്താണ്? ശ്രീജ, മഞ്ചേരി തിരുവാലിയിലെ ഹിക്മിയ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇവർ ഇൻസ്റ്റഗ്രാമിൽ കോളേജിന്റെ പേരിൽ ഒരു പേജ് തുടങ്ങുകയും സീനിയർ വിദ്യാർത്ഥികൾ അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് തർക്കമുണ്ടാകുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. താക്കോൽ ഉപയോഗിച്ച് ഇയാളുടെ മുഖത്ത് കുത്തുകയും അങ്ങനെ താടിയെല്ലിന് മുറിവേൽക്കുകയും 3 തുന്നൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആണ് ഇവിടെ ചികിത്സയിലുള്ളത്. പരാതി നൽകി എന്നാണ് പറയുന്നത്. പക്ഷെ എടവണ്ണ പോലീസ് പരാതി ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ കോളേജിലെ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ കൂടെ അനുവാദത്തോടെ മാത്രമേ പോലീസിലേക്ക് പരാതി എത്തുകയുണ്ടായിരിക്കുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു അതിക്രൂരമായ മർദ്ദനമാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ഫോട്ടോ ഇട്ടു അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോളേജിന്റെ പേരിൽ ഒരു പേജ് തുടങ്ങിയെന്ന പേരിൽ കുട്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും പരാതി ലഭിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് എടവണ്ണ പോലീസ് അറിയിച്ചിരിക്കുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് മഞ്ചേരിയിൽ ക്രൂരമർദ്ദനമാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ ജൂനിയർ വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നത്. ഇൻസ്റ്റാ പേജിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ മർദ്ദനം എന്നതാണ് അതിലേറ്റവും ഞെട്ടിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിക്കും. ഹോട്ടൽ ഉടമ ദേവദാസിന്റെയും കൂട്ടുപ്രതികളായ ഹോട്ടൽ ജീവനക്കാരുടെയും കസ്റ്റഡി അപേക്ഷയാണ് കോടതി പരിഗണിക്കുക. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് വരുന്നുണ്ട്. അതിനിടെ ഈ പെൺകുട്ടിക്ക് ഇയാൾ അയച്ച സന്ദേശങ്ങൾ ആ തരത്തിൽ പലതും പുറത്തു വരുന്നുണ്ട്. വളരെ ആസൂത്രിതമായി തന്നെ ഈ സ്ത്രീക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്ന വിവരങ്ങളാണോ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്?
ശ്രീജ, അങ്ങനെ തന്നെയാണ് കാര്യം. ഇയാളുടെ ഭാഗത്തു നിന്നും നിരന്തരമായ ശല്യങ്ങൾ യുവതിക്ക്, ഈ ജീവനക്കാരിക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇയാളുടെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇംഗിതങ്ങൾക്ക് വഴങ്ങണമെന്നൊക്കെ ആവശ്യപ്പെട്ടുള്ള മെസ്സേജുകളിൽ നിന്നും കൃത്യമായി അകന്നു മാറുകയും താൻ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു പോവുകയാണെന്നും കുട്ടി അറിയിച്ചു. ഇത്തരത്തിൽ രാജി കൊടുക്കുകയും ചെയ്തു. എന്നാൽ രാജി അംഗീകരിക്കാതെ വലിയ രീതിയിലുള്ള മാപ്പുപറച്ചിലുമായി ഇയാൾ രംഗത്തെത്തുകയും ഖേദപ്രകടനം നടത്തുകയും ഇനി ഒരു തൊഴിലാളി മുതലാളി എന്നതിനപ്പുറമുള്ള മറ്റു ബന്ധങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല, ഇത്തരത്തിലൊരു മോശമായ പെരുമാറ്റവും തൻ്റെ പക്കൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി പലതവണ ഈ പെൺകുട്ടിയോട് മാപ്പ് പറയുന്നുണ്ട്. ഈ യുവതി ഈ മാപ്പ് അംഗീകരിച്ച് ഈ സ്ഥാപനത്തിൽ തുടർന്ന ശേഷവും പിന്നീട് ഈ ശരീരഭാഗങ്ങൾ വർണ്ണിക്കുക അല്ലെങ്കിൽ വീണ്ടും ലൈംഗികമായി ഉള്ള ചുവയോടെയുള്ള സംസാരങ്ങൾ നടത്തുക എന്നിവയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കുട്ടി കൃത്യമായി ഒഴിഞ്ഞു മാറുന്നു തന്നെയുണ്ട്. പക്ഷേ ഇയാൾ ഈ കുട്ടി ആശുപത്രിയിലായ ശേഷം വലിയ അപവാദ പ്രചാരണം ഈ യുവതിക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. കുട്ടിയെക്കുറിച്ചുള്ള ഭർത്താവിനോടടക്കം വിളിച്ച് ഫോണിൽ സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ കേസ് ആദ്യം വന്നപ്പോൾ തന്നെ ഒരു പുകമറ തീർക്കുന്നതിനുള്ള ശ്രമമാണ് ഈ ഹോട്ടൽ ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. താൻ വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് വരെ ഇയാൾ പറയുകയും ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസും ഇതൊക്കെ ഒരു പരിധിവരെ മുഖവിലക്കെടുത്തു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. പിന്നീട് ആ പെൺകുട്ടി തന്നെ തൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയായിരുന്നു. തന്നെ പീഡിപ്പിക്കാൻ വരുന്നതും താൻ നിലവിളിക്കുന്നതും ഇയാളുടെ സംസാരവുമൊക്കെ കുട്ടി പുറത്തുവിടുകയും ചെയ്തു. ഇതേ തുടർന്ന് വലിയൊരു സമ്മർദ്ദം പോലീസിന്മേൽ ഉണ്ടാവുകയും മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായി പിന്നീട് മുക്കം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കുന്നംകുളത്ത് വെച്ചുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തെളിവെടുപ്പടക്കം നടത്തി കോടതിയിൽ കൊടുത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ഈ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ, ഈ ഹോട്ടലിലെ ജീവനക്കാരായ സുരേഷ്, റിയാസ് എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ താമരശ്ശേരി കോടതിയിലെത്തി കീഴടങ്ങി. അവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നിലവിൽ തന്നെ ഈ ദേവദാസ് റിമാൻഡിലാണുള്ളത്. ഈ 2 ജീവനക്കാരെ കൂടി റിമാൻഡ് ചെയ്തതോടുകൂടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം 3 പേരെയും കസ്റ്റഡിയിൽ വിട്ടു നൽകും. പിന്നീടാവും 3 പേരെ ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ദേവദാസൻ നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ഈ ജീവനക്കാർ പറയുന്നത്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ 3 പേരുടെയും വാക്കുകളിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. ഒപ്പം ഈ കൃത്യം നടന്ന സ്ഥലത്ത് ആദ്യം ദേവദാസിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനി മറ്റ് 2 പ്രതികളെ കൂടി ഈ സ്ഥലത്തെത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും എന്തായിരുന്നു ഈ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ പോകാനുള്ള പ്രേരണ? ഈ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണോ, അതോ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ കുട്ടിയെ വകവരുത്താനുള്ള ഒരു നീക്കം തന്നെയാണോ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തും. നിലവിൽ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കുറ്റകൃത്യങ്ങൾ ചേർക്കുന്നതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പുതുപ്പരിയാരത്ത് ഭർത്താവിന്റെ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. കല്ലടിക്കോട് സ്വദേശി റൻസയുടെ ആത്മഹത്യ ഭർത്താവിനുണ്ടായിരുന്ന വിവാഹേതര ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പുതുപ്പരിയാരം എസ്റ്റേറ്റിലെ വാടക വീട്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് റൺസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി പുറത്തുപോയി വന്നതിന് ശേഷമാണ് യുവതിയെ മരിച്ച നിലയിൽ കാണുന്നത്. ഇതോടെയാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയത്. 4.5 വർഷമായി റൺസിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുമുണ്ട്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി കുടുംബം പറയുന്നു. ഒരിക്കൽ താൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഭർത്താവ് ഷെഫീഖ പെൺസുഹൃത്തിനൊപ്പം പോയി താമസിച്ചിരുന്നതായും റൺസിയ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. 2 വർഷമായിട്ട് പ്രശ്നം തന്നെയാണ്. അവനൊരു ആ വീരത്തിൽ കുടുങ്ങിയിട്ട് അവൻ കൂടിയ പെണ്ണ് വല്ലാതെ കുട്ടിനെ പീഡിപ്പിക്കായിരുന്നു. അവർ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കുട്ടിനെ വല്ലാതെ മനസ്സ് പീഡിപ്പിക്കായിരുന്നു. 2 വർഷമായിട്ട് ഞങ്ങൾ പിടിച്ചു വെച്ചു. 1 വർഷം ഞങ്ങളുടെ അടുത്തായിരുന്നു കുട്ടി. ഞങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 3 മാസം മുന്നാണ് വാടകയ്ക്ക് വിട്ടയച്ചത്. അത് കഴിഞ്ഞിട്ടും അവൻ അവളുടെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു.
കുട്ടിന്റെ കയ്യിൽ നിന്നുള്ള 10 പവന്റെ സ്വർണവും കവർന്ന് അവൾക്ക് കൊടുത്തിരിക്കണു. അവന്റെ ഉമ്മയും അളാമ്മയൊക്കെ കൂടിയിട്ട് അവർക്ക് സപ്പോർട്ടാണ് എന്നാണ് കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ഭർത്താവിന്റെ പെൺസുഹൃത്തിനെ വിളിച്ച് റൺസിയെ സംസാരിച്ചിരുന്നു. താൻ ഒഴിഞ്ഞു തരാമെന്നും പറഞ്ഞിരുന്നു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് റൺസിയ വീട്ടുകാരോട് പറഞ്ഞിരുന്നെന്നും കുഞ്ഞിനെ ഓർത്ത് ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പു നൽകിയതാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം പറയുന്നു. എന്നിട്ട് പറഞ്ഞ് കുറെ സമാധാനമാക്കിയിട്ട് പിന്നെ 2ാം പ്രാവശ്യം പിന്നെ പോയതാണ്. ഇവന് നിരന്തരം ഈ കുട്ടീനെ പീഡിപ്പിക്കലാണ്, നിരന്തരം പീഡിപ്പിക്കലാണ്. പള്ളിക്കാരായിട്ട് കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഉണ്ടാക്കി നടന്നു. എന്നിട്ട് ശരിയല്ല, ഈ കുട്ടീനെ മുതൽ കംപ്ലീറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ കൊടുത്ത മുതലൊന്നുമില്ല, ഒക്കെ കൊടുത്തു, ഒക്കെ എടുത്താല് ഒന്നുമില്ല. എന്നിട്ട് കുട്ടീനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള കുട്ടി ഇവിടെ വന്നു പോയിട്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ളത് നമ്മൾ ഒന്നും വിചാരിച്ചില്ല, ഇങ്ങനെ എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ സംശയങ്ങളുണ്ട്. അത് എന്താ ചെയ്തിറക്കണമെന്നുള്ളത്, അവർ എന്താ ചെയ്തിറക്കണ ഈ കുട്ടീനെ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെന്തായാലും കേസെടുത്തിട്ട് അതിൻ്റെ നിയമ നടപടി പോലെ ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി തരണം. ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കാട്ടി നേരത്തെ പോലീസിലും പരാതി നൽകിയിരുന്നു. മകൾക്ക് നീതി വേണമെന്നാണ് റൺസിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി രതീഷിന് ജീവപര്യന്തം തടവ്. 2020-ലായിരുന്നു അയൽവാസിയായ യുവാവിന്റെ അതിക്രമത്തിനിരയായി വീട്ടമ്മ കൊല്ലപ്പെട്ടത്. കേസിൽ 5 വർഷത്തിനു ശേഷം തൊടുപുഴ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2020-ലായിരുന്നു വണ്ടിപ്പെരിയാർ ഡൈമുക്ക് പന്തടിക്കളം പുതുവലിൽ വിക്രമൻ നായരുടെ ഭാര്യ വിജയമ്മ കൊല്ലപ്പെട്ടത്. മേയാൻ വിട്ട പശുവിനെ തിരികെ കൊണ്ടുവരുന്നതിനായി തേയിലക്കാട്ടിലെത്തിയപ്പോൾ സമീപവാസി രതീഷ് എന്നയാൾ വെട്ടുകത്തിയുടെ മാടുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വിജയമ്മയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഏറെ നേരത്തിനു ശേഷവും തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് തേയിലത്തോട്ടത്തിൽ വിജയമ്മ കിടക്കുന്നത് കണ്ടെത്തിയത്. അന്ന് വണ്ടിപ്പെരിയാർ SHO ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി രതീഷിന് തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം കഠിന തടവ് വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PS രാജേഷ് ഹാജരായി. ന്യൂസ് 18 ഇടുക്കി. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ബജറ്റ് വിശേഷങ്ങളിലേക്ക്, ബജറ്റ് വാർത്തകളിലേക്ക് വളരെ വിശദമായി കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. കൊച്ചിയിൽ ഹോട്ടലിൽ തീപിടുത്തത്തിൽ 1 മരണം, 4 പേർക്ക് പരിക്ക്. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. US നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ആദ്യം